അതുപോലെ ജൂലൈ മാസം 9-ാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും തൊഴിലാളികളെ സമരസജ്ജരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ് മീറ്റിങ്ങുകൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് കൺവെൻഷനുകളും ജനറൽ ബോഡികളും എല്ലാം പൂർത്തീകരിച്ച് ഈ പണിമുടക്കിൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യം മുഴുവൻ തൊഴിലാളികളിലും എത്തിക്കുക എന്ന ദൗത്യമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 മേഖലാ ജാഥകൾ സംസ്ഥാനത്താകെ പൂർത്തീകരിച്ച് ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ താലൂക്ക് കേന്ദ്രങ്ങളിലും ഗ്രാമാന്തരങ്ങളിലുമെല്ലാം പണിമുടക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ നടന്ന ട്രേഡ് യൂണിയൻ്റെ ഐക്യ യോഗം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇനിയൊരു പണിമുടക്ക് അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു. അതിനുശേഷം ചർച്ചയ്ക്ക് വിളിക്കുവാനോ പണിമുടക്കിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണുവാനോ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. മറിച്ച് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന CITUവിനെയും അതുപോലെ തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളെയും അതിൻ്റെ നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലേബർ കോഡ് 2014 തെരഞ്ഞെടുപ്പ് സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ഉറപ്പ് കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെൻറ്. തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ തൊഴിൽ നിയമങ്ങളിലെ വ്യവസ്ഥകൾ എല്ലാം എടുത്തു കളഞ്ഞ് കോർപ്പറേറ്റുകൾക്കും കുത്തക മുതലാളിമാർക്കും മാത്രം ഗുണപ്രദമാകുന്ന തരത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരാം എന്നുകൊടുത്ത വാക്കു പാലിക്കുവാനുള്ള ശ്രമമാണ് 1ാം NDA ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നടന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിറവ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഈ രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ തയ്യാറായപ്പോൾ ധൃതി പിടിച്ച് ലേബർ കോഡ് കൊണ്ടുവരാനുള്ള നീക്കം നടന്നില്ല. എന്നാൽ 2ാം UPA ഗവൺമെൻറ്റിൽ ഏകദേശം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം BJPക്കുണ്ടായപ്പോൾ ഏകപക്ഷീയമായി ട്രേഡ് യൂണിയനുകളെ വിശ്വാസത്തിലെടുക്കാതെ അവരുടെ അനുവാദം മേടിക്കാതെ ഇതിലെ വ്യവസ്ഥകളുടെ സങ്കീർണതയെക്കുറിച്ച് ട്രേഡ് യൂണിയനുമായി ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏകപക്ഷീയമായി ഈ നിയമത്തിന് അനുകൂലമായിട്ടുള്ള റൂള് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേഗതയാർന്ന പ്രവർത്തനവും നാം കണ്ടു. എന്നാൽ പണിമുടക്ക് ഉൾപ്പെടെ രാജ്യത്തിൽ BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ ധൃതി പിടിച്ച് ലേബർ കോഡ് നടപ്പാക്കേണ്ടതില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിന് തീരുമാനിക്കേണ്ടി വന്ന സാഹചര്യം നാം കാണുകയാണ്. ഇപ്പോൾ 2 പ്രധാന ഘടകകക്ഷികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് രാജ്യം ഭരിക്കുന്നതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് കൊടുത്ത വാക്കുപാലിക്കുവാനും അവർക്ക് കൊടുത്ത അവരുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഏകപക്ഷീയമായി തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. 27ഓളം വരുന്ന ഈ രാജ്യത്തെ നിയമങ്ങൾ, ഉജ്ജ്വലമായിട്ടുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ, ധീര രക്തസാക്ഷിത്വങ്ങൾ, പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകൾ, ചർച്ചകൾ, സംവാദങ്ങൾ എല്ലാം കൊണ്ടാണ് നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടത്. അതുപോലെ ബോണസും ഗ്രാറ്റുവിറ്റിയും പ്രോവിഡന്റ് ഫണ്ടും തൊഴിലിടങ്ങളിൽ മാന്യമായി ജോലി ചെയ്യാനുള്ള അവസ്ഥയും 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമവും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് അടക്കം നിരവധി ആനുകൂല്യങ്ങളുമെല്ലാം നിരവധി ത്യാഗോജലമായ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ രാജ്യത്തെ ജനത നേടിയെടുത്തതെങ്കിൽ അവയെല്ലാം ഏകപക്ഷീയമായി ഹനിക്കുന്നതിനും എല്ലാ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും മാനേജ്മെന്റിനും മാത്രം അനുകൂലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്ന തരത്തിലേക്കുള്ള നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങളല്ലാതെ ഈ രാജ്യത്തിൻ്റെ ട്രേഡ് യൂണിയൻ്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് നാം തിരിച്ചറിയുകയാണ്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുക, കളക്റ്റീവ് ബാർഗെയിനിങ് ശക്തിയായിട്ട് പ്രവർത്തിക്കുക, വിഷയങ്ങളിൽ ഇടപെടുക, ഏറ്റവും നല്ല തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, അതുപോലെ അന്തസ്സായി തൊഴിലെടുക്കുക എന്നത് ഒരു തൊഴിലാളിയുടെ മൗലിക അവകാശമാണ്. ആ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്നത് ഓരോ തൊഴിൽ യൂണിയന്റെയും കടമയാണ്. 1926 ഇന്ത്യയുടെ പാർലമെന്റിൽ, അന്ന് ബ്രിട്ടന്റെ ഭരണകാലത്തുള്ള ബ്രിട്ടീഷ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൃത്യമായി തൊഴിൽ നിയമം പാസാക്കിയത്. കാലാകാലങ്ങളിൽ അതിൽ ഭേദഗതി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി അടക്കമുള്ള പരമോന്നത നീതിപീഠങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രീസിഡന്റായി ഈ രാജ്യത്ത് നിയമമായിട്ട് മാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതും കളക്റ്റീവ് ബാർഗെയിനിങ് ശക്തി എന്ന രൂപത്തിൽ തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിക്കുവാനും കൺസിലിയേഷൻ പ്രൊസീഡിംഗ്സുമായിട്ട് മുന്നോട്ട് പോകുവാനുമുള്ള ട്രേഡ് യൂണിയനുകളുടെ അധികാരത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണവും
നിയമവും അതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതിനുള്ള റൂളുമായി കേന്ദ്ര ഗവൺമെന്റ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 29 നിയമങ്ങൾക്ക് പകരമായി കൊണ്ടുവന്ന 4 ലേബർ കോഡും സ്വാഗത പ്രസംഗത്തിലുള്ള ലേബർ കോഡിന്റെ വ്യവസ്ഥകളെല്ലാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പേര് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്, ഗുണപ്രദമാണ് എന്ന് തോന്നുമെങ്കിലും അതിലെ വ്യവസ്ഥകളിലേക്ക് പോകുമ്പോൾ എല്ലാം സങ്കീർണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കർഷകർ നടത്തിയ ഐതിഹാസികമായ സമരം, 750 പേർ പിടഞ്ഞു വീണ് മരിച്ച 1.25 വർഷം നീണ്ടുനിന്ന സമര പോരാട്ടം, ആ സമര പോരാട്ടത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് കർഷകർക്ക് കൊടുത്ത ആ വ്യവസ്ഥകൾ, തീരുമാനങ്ങൾ ഒന്നും പാലിക്കാതെ അത് താങ്ങുവില നിശ്ചയിക്കുന്ന കാര്യത്തിലും തൊട്ടടുത്തുള്ള ചന്തകളിൽ കൊണ്ടുപോയി അവരുടെ ഇഷ്ടപ്രകാരം കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള അനുവാദത്തിന്റെ കാര്യത്തിലുമെല്ലാം കൊടുത്ത വാക്കു പാലിക്കാതെ കർഷകരെ കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളിവിടുന്ന നയം നാം കാണുകയാണ്. അതിന്റെ ഭാഗമായി കർഷകരും പൂർണ്ണമായി ഈ സമരത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി വർഗവും ഈ രാജ്യത്തിന് അന്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ നട്ടല്ലായ കർഷകരും സമരത്തിന്റെ ഭാഗമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത്യുജ്വലമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള സമരമായി ജൂലൈ മാസം 9 സമരം മാറും എന്നതിൽ സംശയമില്ല. അതുപോലെ ഇലക്ട്രിസിറ്റി ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകപക്ഷീയമായി ഇലക്ട്രിസിറ്റി മേഖലയിലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള മുഴുവൻ ആളുകളും സമര പോരാട്ടത്തിന്റെ വീതിയിൽ തന്നെയാണ്. അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. എന്നാൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർക്കുന്ന നിയമം അടിച്ചേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലും സങ്കീർണമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നു. തൊഴിൽ നിഷേധത്തിന്റെയും നിയമന നിരോധനത്തിന്റെയും പിൻവാതിൽ നിയമനം അടിച്ചേൽപ്പിക്കുന്നതിന്റെയും എല്ലാം ഭാഗമായി ഈ രാജ്യത്തെ യുവജനങ്ങളും ഒറ്റക്കെട്ടായി സമരഭീതിയിൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതുപോലെ 26 ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ പുറത്തു വന്ന വാർത്തകൾ ഇന്ത്യയിൽ ആർമിയിൽ തന്നെ 1.25 പട്ടാളക്കാരുടെ ഒഴിവുകളുണ്ട് എന്നതാണ്. നേവിയിലും എയർഫോഴ്സിലും 1 ലക്ഷത്തിലധികം ഒഴിവുകൾ നിലവിലുണ്ട്. BSF അടക്കമുള്ള അതിർത്തി രക്ഷാ സേനകളിൽ പോലും രാജ്യത്തിന്റെ പട്ടാളത്തിൽ പോലും കൃത്യമായിട്ടുള്ള ഒഴിവുകൾ നികത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ തൊഴിലിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും പിൻവാതിൽ നിയമനവും അതുപോലെ തന്നെ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റും അടിച്ചേൽപ്പിക്കുന്നു. റെയിൽവേ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഓരോ ദിവസവും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേയിലും ലോക്കോ പൈലറ്റുമാരടക്കമുള്ളവരുടെ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. BPCLും BSNLും LICയും അടക്കം 195,000 കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കച്ചവട ചരക്കാക്കി മാറ്റുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾക്ക് പിന്നിൽ എല്ലാ തരത്തിലുള്ള നിയമനവും അട്ടിമറിക്കപ്പെടുകയാണ്, സംഭരണം അട്ടിമറിക്കപ്പെടുകയാണ്, എല്ലാ തരത്തിലുള്ള തൊഴിൽ സാധ്യതകളും അട്ടിമറിക്കുകയാണ്. ഇവിടെയെല്ലാം ഇഷ്ടക്കാരെ തിരികെ കയറ്റാൻ പിൻവാതിൽ നിയമനങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റും മാത്രം പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ യുവജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ തൊഴിൽ പ്രക്ഷോഭങ്ങൾക്ക്, തൊഴിൽ സമരങ്ങളുടെ ഭാഗമായി ഉറപ്പുവരുത്തുന്ന സാഹചര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളും പിന്തുണ കൊടുത്തുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശ പോരാട്ട സമരമായി ഈ പണിമുടക്ക് മാറുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികളുടെ ഈ തെറ്റായ നയങ്ങൾ തിരുത്തുന്നത് വരെ ഈ രാജ്യത്തിന്റെ തൊഴിലാളി വർഗം, കർഷക തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന സ്കീം തൊഴിലാളികൾ, നമുക്കറിയാം ഇപ്പോഴും തൊഴിലാളികളായി പോലും അവരെ അംഗീകരിക്കാതെ ഓണററിയും ഇൻസെന്റീവും മാത്രം കൊടുത്തുകൊണ്ട് പകലന്തിയോളം പണിയെടുത്താലും അതുപോലെ തന്നെ സ്ഥിരം തൊഴിലാളികൾ ചെയ്യുന്ന ജോലികൾ അതേപോലെ ചെയ്താലും ഒരു തൊഴിലാളി എന്ന പരിഗണന ഈ രാജ്യത്തെ കോടിക്കണക്കിന് സ്കീം തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല. അവർക്ക് 26,000 രൂപ സാലറി കിട്ടുന്ന തരത്തിൽ തൊഴിലാളിയായി അംഗീകരിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. അതുപോലെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ. 9,000 രൂപ ഒരു മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുവാനും പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം പുനഃസ്ഥാപിക്കുവാനും നിലനിൽക്കുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നതുൾപ്പെടെ 17ഓളം വരുന്ന കൃത്യമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അധികാരികൾക്ക് കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി അവസരങ്ങൾ കൊടുത്തിട്ടും ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യുവാനോ അതിന് പരിഹാരം കാണുവാനോ തൊഴിലാളികളെ അഡ്രസ് ചെയ്യുവാനോ ഈ തൊഴിൽ വകുപ്പോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പണിമുടക്ക് സംഘടിപ്പിക്കുവാനാണ് സംയുക്ത ട്രേഡ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. കടകൾ അടച്ചും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കാതെയും ഈ പണിമുടക്കിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ കൊടുത്തുകൊണ്ട് സമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്നതാണ് ട്രേഡ് യൂണിയനുകൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉജ്ജ്വലമായിട്ടുള്ള പണിമുടക്കായി മാറുവാൻ, പ്രത്യേകിച്ച് സ്വകാര്യവൽക്കരണത്തിന്റെ ഭീഷണി എന്നും നിലനിൽക്കുന്ന നമ്മുടെ
FACT ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ വിൽക്കുവാനുള്ള, ഈ നാടിന്റെ സ്വത്തിനെ വിൽക്കുവാനുള്ള നീക്കത്തെ നമുക്ക് തടയിടാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ പ്രതിഷേധിച്ചില്ല എങ്കിൽ, പ്രതികരിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ന്യായമായി പ്രവർത്തിക്കുന്ന നവരത്ന കമ്പനികൾ എന്നറിയപ്പെടുന്ന കമ്പനികളെ പോലും വിൽക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ജനകീയ രോഷം ഉയരുന്ന തരത്തിൽ ഈ പണിമുടക്ക് ഈ മേഖലയിൽ പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ നമ്മുടെ എല്ലാ തൊഴിലാളി സുഹൃത്തുക്കളും തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും CITUവിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, സംയുക്ത ട്രേഡ് യൂണിയന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.